നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മേടൻ രാശി. ദൈവാധീനം തുണയായിട്ട് അനുകൂലമായിട്ട് ഈ രാശിക്കാർക്ക് മുന്നോട്ട് പോകുന്നതിന് അനുഗ്രഹമായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് 8ാം തരം മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കുറച്ചുകൂടെ ശുഷ്കാന്തി, പഠന കാര്യത്തിൽ സമയവും താല്പര്യവും നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഏതെങ്കിലും 1, 2 വിഷയത്തിനോ പേപ്പറിനോ പ്രയാസം, ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിന് പ്രത്യേക ട്യൂഷനോ അല്ലെങ്കിൽ ഒരു വഴി കണ്ടെത്തി നമ്മൾ അതും കൂടെ കവർ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഫൈനൽ എക്സാം ടൈമിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കണം. രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് അത് 11 21 ദിവസം അത് സാരസ്വത അരിഷ്ടം കഴിക്കുന്നതും എല്ലാ കാര്യത്തിനും കുറച്ചുകൂടെ ഉന്മേഷവും ഊർജവും ഓർമ്മയും കോൺഫിഡൻസും നമുക്ക് നേടാൻ സഹായിക്കും. തെറ്റിദ്ധാരണ, ടെൻഷൻ, സംശയം ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തര ഇടവ രാശി. ഇടവ രാശിക്കാരുടെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കാത്ത അധിക ചെലവുകൾ അതൊന്ന് അക്കൗണ്ടബിലിറ്റി ആക്കണം. അതായത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ചില ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. ഇല്ലെങ്കിൽ വീണ്ടും വായ്പ എടുക്കുകയോ പലിശയ്ക്ക് പണയം വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ആ ഒരു കരുതൽ, ജാഗ്രത നമുക്കുണ്ടായി പറ്റൂ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വീട് മാറണോ വേണ്ടിയോ, ഇവിടുത്തെ ഇതാണ് മഹാലക്ഷ്മി സാന്നിധ്യം കുറവാണെന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഉടനടി വീട് മാറേണ്ട കാര്യമൊന്നുമില്ല. അത് വേണമെങ്കിൽ ചിങ്ങമാസത്തിൽ ആലോചിക്കാം. പ്രത്യേകിച്ച് വാടകയ്ക്ക് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്നിടത്ത് തുടരുന്നതാണ് ഉചിതം. പക്ഷേ ആ ഗൃഹത്തിലുള്ള ആ നെഗറ്റീവ് അത് മാറിക്കിട്ടണം. അതിന് ഉപചാരം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കസ്തൂരി മഞ്ഞൾ, നെല്ല്, കുങ്കുമം ഇതെല്ലാം ചേർത്ത് അത് 2 പിടി ഉഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കഴിയുക. തലയ്ക്ക് ഒഴിയുക, വീടിനെ ഒഴിയുക. പിന്നെയോ ദശാംഗം അതെല്ലാ മുറിയിലൊന്നും പുകയ്ക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പിന്നെയോ 5 ദിവസം ആരതി, കർപ്പൂരം ഗൃഹസ്ഥാനത്ത് പൂജാമുറിയിലോ അത് ആരതി കാണിക്കുന്നത് ഉചിതമാണ്. പിന്നെയോ പനിനീര്, തീർത്ഥം അല്ലെങ്കിൽ അമ്പലത്തിലെ തീർത്ഥം അത് എല്ലായിടത്തും തളിക്കുന്നത് ഉചിതമായിരിക്കും. അതുപോലെ ദൃഷ്ടിപാപങ്ങൾ മാറുന്നതിന് വേണ്ടി കുമ്പളങ്ങ അത് ഉഴിഞ്ഞ് മുറിച്ച് ഒഴുക്കുകയോ അല്ലെങ്കിൽ അത് പുറത്ത് കെട്ടുകയോ, വീടിന് പുറത്ത് കെട്ടുകയോ ചെയ്താൽ ആ ദൃഷ്ടിദോഷങ്ങളൊക്കെ, വിളിദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ബാധിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപചാരം ചെയ്യുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്തുള്ള, സ്ഥാപനത്തിനകത്തുള്ള ദോഷങ്ങൾ, നെഗറ്റീവ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. മകയിരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വിവാഹം, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി വരുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങളും കഴിഞ്ഞ് കുട്ടികളായി. പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ, എൻ്റെ മോൾക്ക് നല്ലൊരു ആലോചന വരുന്നില്ലോ, വരണതെല്ലാം ഓരോരോ കാരണങ്ങളാൽ തെറ്റിപ്പോകുന്നു, ഉറയ്ക്കുന്നില്ല. ഇവിടെ ശരിയായിട്ടുള്ള മംഗല്യയോഗം നടക്കണം. നമ്മുടെ വീടും നമ്മുടെ കുട്ടിയും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു പ്രപ്പോസൽ വരാനും അത് പരസ്പരം കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് നടക്കാനുമുള്ള യോഗം ഉറയ്ക്കണം. ഇവിടെ സ്വയംവര പാർവതീ ചക്രം അത് ഗൃഹത്തിൽ വെച്ച് 7 ചൊവ്വാഴ്ചയും 7 വെള്ളിയാഴ്ചയും നാരങ്ങാ ദീപം കത്തിക്കുക. മംഗല്യദീപം. ഒരു നാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് 2 തോടിലും നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുക. ഈ 7ാമത്തെ ചൊവ്വാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിനൊരു തീരുമാനവും ഈ പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനുള്ള വഴി അനുകൂലമായി നടക്കാൻ ദൈവാധീനം തുണയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ആൺകുട്ടികളെ സംബന്ധിച്ചോളം പല കുട്ടികളെയും കണ്ടു പൊരുത്തം നോക്കി അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നല്ലൊരു പാർട്ട്ണറെ നമ്മുടെ ലൈഫിൽ കിട്ടാതെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞു. 30, 35, 40 വയസ്സായിട്ടും വിവാഹ കാര്യത്തിനൊരു തീരുമാനം എത്താത്തവരെ സംബന്ധിച്ചോളം ഒരു മഹാലക്ഷ്മിയായിട്ടൊരു ഭാര്യ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള യോഗം അനുകൂലം തന്നെയാണ്, പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ. ഇവിടെ സ്വയംവര ലക്ഷ്മി യന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്കാണ് കത്തിക്കുന്നത്. അത് നമ്മൾ കത്തിക്കുകയോ അമ്മ അച്ഛനോ ആരെങ്കിലും കത്തിക്കുകയോ ചെയ്യുക. മഹാലക്ഷ്മി മരുമകളായിട്ട് കടന്നു വരാനുള്ള ഈശ്വരാധീനം അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മഹാലക്ഷ്മി സ്വയംവര യന്ത്രം. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കടക രാശി. ഇവിടെ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചും സർവീസാണ് ഉദ്ദേശിച്ചത്. അത് ഡോക്ടേഴ്സ് ആയിരുന്നാലും എൻജിനീയേഴ്സ് ആയിരുന്നാലും സൈക്കോളജിസ്റ്റ് ആയിരുന്നാലും CA ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നാലും പല മേഖലയിൽ പ്രൊഫഷണൽ മേഖലയിൽ ഈ സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ഷഫ്ലിങ്ങിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള പ്രൊമോഷനും അല്ലെങ്കിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും വരുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീഷൻ ഫീൽഡിൽ ആണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ പഠനമോ നമ്മുടെ ഉത്തരവാദിത്വമോ നമ്മളുടെ യോഗ്യതയോ അല്ല, അതോടൊപ്പം ദൈവാധീനവും കൈപ്പുണ്യവും കൂടി ഉണ്ടാകണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് മഹാത്രിശൂലിനി കവചിത മുദ്ര അത് നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കും. നമ്മുടെ മേശയ്ക്കകത്തോ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ വണ്ടിയുടെ ഡാഷിലോ ഉണ്ടായിരിക്കേണ്ടത് വളരെ ഗുണം ചെയ്യും. മഹാത്രിശൂലിനി കവചിത യന്ത്രം മുദ്ര ഭാഗ്യം നമുക്ക് വളരെ അനുകൂലിച്ച് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഇവിടെ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അത് ജോബ് വിസയിലായിരുന്നാലും വിസിറ്റിംഗ് എടുത്ത് അവിടെ ജോബ് തേടാനായിരുന്നാലും അനുകൂല സമയമാണ്. വിദേശത്ത് പോകാൻ വേണ്ടി പഠനകാര്യത്തിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് ആ പ്രോസസ്സിൽ തടസ്സങ്ങൾ വരാതെ വേണമെങ്കിൽ സാമ്പത്തികത്തിന് ബാങ്ക് വായ്പ വരെ കിട്ടാനുള്ള ഈശ്വരാധീനമുണ്ട്. പക്ഷെ അത് സ്വന്തം തീരുമാനപ്രകാരമായിരിക്കും. അത് കണ്ടെത്തി അവിടെ എത്തി വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ നീതിയാണ്, നമ്മുടെ സ്വപ്നമാണ്. പക്ഷെ അതിനുവേണ്ടി അശ്രാന്ത നിശ്രാന്ത പരിശ്രമം വേണമെന്നുള്ള കുറച്ച് ശ്രമിച്ചിട്ട് പിന്നെ അങ്ങ് തളർന്ന് മാറ്റി വയ്ക്കാൻ പാടില്ല. സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ആ പ്രോസസ്സിൽ തീരുമാനമുണ്ടായി നമുക്ക് പോകാൻ പറ്റും. ജീവിതത്തിൽ ബേസ്മെൻറ്റ് ഉറക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ശ്രീ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രയോജനം ചെയ്യും എല്ലാ കാര്യത്തിലും. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പാർട്ട് ടൈമായിട്ട് പുതുതായിട്ടുള്ളൊരു സംരംഭം എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അനുകൂലമാണ്, അതിന് വിജയിക്കും. ബിസിനസ് മേഖലയിൽ പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ടൂർ ആൻഡ് ട്രാവൽസ് മേഖല, വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് മേഖലയിൽ വളരെ നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ദൈവാധീനം തുണയായിട്ട് തന്നെ ഉണ്ട് കന്നിരാശിക്കാർക്ക്. അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 1-2 നല്ല പ്രോജക്റ്റുമായിട്ടുള്ള ഡീലിങ്സ്, ഇടപാടുകൾ പോസിറ്റീവായിട്ട് നടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ തടസ്സങ്ങൾ വരാതെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ശത്രുദോഷം നമ്മളെ ബാധിക്കാതിരിക്കുന്നതിനും പാര വയ്ക്കാതിരിക്കുന്നതിനും അത് ബാധിക്കാതിരിക്കുന്നതിനും വേണ്ടി മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ടോ അല്ലെങ്കിൽ ചക്രമായിട്ടോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യും. ചിത്തിരത്തര, ചോതി, വിശാഖത്തി മുക്കാൽ, തുലാം രാശി. തുലാം രാശിക്കാരിൽ ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും കുറേ കാലം കൊണ്ടേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണങ്ങൾ പലതായിരിക്കാം. വസ്തുതർക്കം, വഴിതർക്കം, കുടുംബ ഷെയറിൻ്റെ കാര്യം, സാമ്പത്തിക കാര്യം, അല്ലാതെയുള്ള തെറ്റിദ്ധാരണ, അസൂയ തുടങ്ങിയുള്ള കാര്യങ്ങളായിരിക്കാം.
കാരണം മുമ്പ് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം ആ ശത്രുദോഷവും സമയദോഷവും കൊണ്ട് ആക്സിഡൻറ്റ് വരെ വീട്ടിലൊരാൾക്ക് തരണം ചെയ്തു എന്നുള്ളതായ, പടി ഇറങ്ങുമ്പോഴോ വണ്ടിയിൽ നിന്നോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ കഴിഞ്ഞു. ഇവിടെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും ദൈവാധീനം കൊണ്ടിപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം കാണുന്നുണ്ട്. അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ വക ശാരീരിക പ്രശ്നങ്ങളും മാനസിക സാമ്പത്തിക പ്രശ്നങ്ങളും കുറച്ച് അധികരിച്ച് വരുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഈ വരുന്ന കർക്കടക മാസം വരെ. ഇവിടെ നമുക്ക് ദൈവാധീനം കൂടെ വേണം. ഗൃഹത്തിൽ ഭഗവതി സേവ ചെയ്യൂ, അല്ലെങ്കിൽ പഞ്ചദുർഗ ഉപചാരം ചെയ്യൂ വേണ്ടുന്ന സമയമാണ്. കാരണം ഈ വക ദോഷങ്ങൾ, പ്രശ്നങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അനുകൂലമാണ്. അതോടൊപ്പം ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണം ചെയ്യും, യാതൊരു സംശയമില്ല. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ചില സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തിരിച്ചടി വരുന്ന സമയമാണ്. ഉദാഹരണത്തിന് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൂടെ ബാധിക്കുന്ന സമയമാണ്. കുറച്ച് ശ്രദ്ധ, ജാഗ്രത ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് കർക്കിടക മാസം വരെ. വിശാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഇവിടെയും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ അകലം പാലിക്കേണ്ടി വരും. കാരണം അവരുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മൾ വീണ്ടും മുതലെടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ ദുഃഖിക്കേണ്ടി വരില്ല. രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ശരിയായിട്ടുള്ള പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ വീട് വയ്ക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ചില സ്വപ്നങ്ങളെന്ന് പറയും, വീട് എന്നുള്ളത്, വാഹനം എന്നുള്ളത്, അനുകൂല സമയമാണ്. അതിനിറങ്ങിയാൽ വിജയിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ചലഞ്ചസ് വരാനും നിർത്തി വരേണ്ട സാഹചര്യം, ചിന്തിക്കേണ്ട സാഹചര്യം അനുകൂലമായിട്ട് അതവിടെ നിലനിർത്തണമെങ്കിൽ അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. നെക്സ്റ്റ് വേറൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഗൾഫിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും യു കെയിലായിരുന്നാലും വിദേശത്ത് സ്വനാട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 1.5 മാസം നമുക്ക് നെഗറ്റീവ് സമയമാണ്. മാറി ചിന്തിക്കേണ്ടി വരും, മാറിപ്പോകേണ്ടിയും വരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കിട്ടാനുള്ള സാമ്പത്തികം ബ്ലോക്ക് മാറി അത് അനുകൂലമായിട്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അത് അവിടുത്തെ കൗൺസിലറോ മെമ്പറോ മറ്റു കാര്യങ്ങളോ സഹായത്തിന് പോയാൽ അത് ലിസ്റ്റിൽ പെടുത്തി നമുക്ക് അനുകൂലമാകാൻ ഇപ്പോൾ അനുകൂല സമയമാണ്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. വേണമെന്ന് വെച്ച് നിശ്ചയത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഉഗ്ര നരസിംഹ കവചമന്ത്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത്, നരസിംഹമൂർത്തി കവചമന്ത്രം, തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം തുണയാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അക്കാഡമിക് അഡ്മിഷൻ കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് സസ്പെൻഷൻ, ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികത്തിനെ ബ്ലോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ചില എതിർ സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. ഇത് ചിലരുടെ കളിയോ അല്ലെങ്കിൽ അവരുടെ ഇരയാകാനുള്ള സാഹചര്യമോ ബലിയാടാകാൻ സാഹചര്യമോ നമുക്ക് ഇനിയും വന്നുകൂടാൻ പാടില്ല. അതിനുള്ള ഒരു കരുതൽ, പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. ശിവഭഗവാന് 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ദൈവാനുഗ്രഹത്താൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. നമുക്ക് പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം വളരെ ഗുണം ചെയ്യും. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മന്ദത ഉണ്ടാകാനുള്ള യോഗമുണ്ട്.
കൊടുക്കുന്ന സമയത്തിനും ഇടുന്ന എഫർട്ടിനും അനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് കോൺട്രാക്റ്റ് ഫീൽഡിൽ നിൽക്കുന്നത് ബിൽഡേഴ്സിനെ സംബന്ധിച്ചുള്ള കോൺട്രാക്റ്റ് വർക്ക് എടുക്കുന്നത് പല ചലഞ്ചസ് വരാനുള്ള സാധ്യത, നിർത്തി വേറെ എങ്ങോട്ടെങ്കിലും പോകണോ വേണ്ടേന്ന് വരെ തോന്നിപ്പോകും. അതുപോലെ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില വലിയ പ്രശ്നങ്ങൾ നമ്മളെ തേടി നിൽക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. കാരണം അത് കോടതി നടപടിയിൽ തന്നെ പോയി നമ്മുടെ വിസയെ വരെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. അതിനൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കണ്ടെത്തി കരുതൽ മുന്നോട്ട് പോകണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ മഹാസുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ 11 വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ അത് രക്ഷപ്പെട്ട് നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും എന്നുള്ളതിന് സംശയം ലേശം വേണ്ട. വിഷ്ണുപാദ സമർപ്പണം ചെയ്യണം, വിഷ്ണുപാദ ഉപചാരം ചെയ്യണം. പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി, മീനരാശി. മീനരാശിക്കാരെ സംബന്ധിച്ചോളം ദൈവാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെയും സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കുറേ കാലമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. അവരുടേതായിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴിപ്പെടാത്തതിൻ്റെ പ്രശ്നം, അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള അപവാദവും ബാധിക്കാനുള്ള കാര്യം, പ്രത്യേകിച്ച് അത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാനുള്ള സാഹചര്യം വരെ വന്നുകൂടായികയില്ല. വളരെ ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും വേണം. എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ കുട്ടികൾ, കുടുംബം എന്നുള്ള ചിന്ത, എൻ്റെ കുട്ടികൾ, എനിക്കെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട് എന്നുള്ള ചിന്ത, അതായത് ചേർത്ത് പിടിക്കുക. ആ അറ്റാച്ച്മെൻറ്റ്, പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയും അത് പ്രകടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. പള്ളിയിലായിരുന്നാലും അമ്പലത്തിലായിരുന്നാലും അത് ഒന്നിച്ച് നമ്മൾ പോയി ദർശനം പ്രാർത്ഥനയും ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ്. പിതൃദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്ത പരിഹാരം ചെയ്ത് പിതൃ അനുഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ട സമയം അനിവാര്യമാണ്. നാഗദോഷങ്ങൾ, മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്നിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ നാഗ ഉപചാരം ചെയ്ത്, നാഗയക്ഷി, നാഗകന്നി, നാഗരാജ ഉപചാര സമർപ്പണം ചെയ്ത് തക്ഷക പ്രായശ്ചിത്തവും നടത്തി മഞ്ഞപ്പൊടിയും പാലും അഭിഷേകത്തിന് കൊടുത്ത് അനുഗ്രഹം വാങ്ങേണ്ടത് അനിവാര്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ, പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാൻ ദൈവാധീനം തുണയാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും